നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. കേരളത്തിൽ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ എങ്ങനെയാണ്, ഏതൊക്കെ അലോട്ട്മെന്റുകൾ വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2024 കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികൾ ഏതൊക്കെ അസോസിയേഷനിൽ അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ തന്നെ എടുത്ത് പഠിച്ചിരിക്കണം. +2 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാം. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ അലോട്ട്മെന്റുകൾ വഴി മാത്രമാണ് നടക്കുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കുന്ന കോളേജുകളും കേരളത്തിലുണ്ട്. ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകണം. അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കണമെങ്കിൽ LBS, PNC MAC, AIMS FNCക്ക്, CPAS തുടങ്ങിയ 4 അസോസിയേഷനുകൾ വഴിയാണ് അലോട്ട്മെന്റുകൾ വഴി BSc നഴ്സിംഗിന് അഡ്മിഷൻ നൽകുന്നത്. ഓരോ അസോസിയേഷനും പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ട്. ഓരോന്നിനും പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസും നൽകേണ്ടതായിട്ടുണ്ട്. 2024 BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LBS ഗവൺമെന്റ് കൺട്രോൾഡ് സ്ഥാപനവും CPAS ഗവൺമെന്റ് അണ്ടർ കൺട്രോൾഡ് സ്ഥാപനവുമാണ്. AIMS FNCക്ക്, PNC MAC തുടങ്ങിയവ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ അസോസിയേഷനുകൾ ആണ്. 4 അസോസിയേഷനുകളിലും +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ച് 50% മാർക്കോടുകൂടി പാസ്സായ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. 2023 ഈ 4 അസോസിയേഷനുകളിലും +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അഡ്മിഷൻ നടന്നത്. +1 മാർക്ക് ഇതിനുവേണ്ടി പരിഗണിക്കുന്നില്ലായിരുന്നു. 2023 LBSൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് LBSൽ അഡ്മിഷൻ ലഭിക്കാറുള്ളത്. LBSലും CPASലും ഓരോ വിഭാഗത്തിലും ഉള്ളവർക്ക് സീറ്റ് റിസർവേഷനുകൾ ഉണ്ട്. LBSലും CPASലും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ഉണ്ട്. LBSൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കേരളത്തിലെ 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. CPASൽ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകളൊക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടക്കുന്നത്. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് PNC MACൽ ഉള്ളത്. എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് സീറ്റ് റിസർവേഷനുകളോ ഫീസ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതല്ല. LBSലും CPASലും 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ PNC MACൽ 90% താഴെ മാർക്കുള്ള കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് 2024 BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുവാൻ താല്പര്യമുള്ള കുട്ടികൾ, നിങ്ങൾക്ക് 90% താഴെ മാർക്ക് ആണ് ഉള്ളതെങ്കിൽ LBSലും CPASലും മാത്രം അപ്ലൈ ചെയ്യാതെ PNC MACൽ കൂടി അപ്ലൈ ചെയ്യണം. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് AIMS FNCKയിലും ഉള്ളത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനാണ് ഇത്. ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ സീറ്റ് റിസർവേഷൻ കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് മറ്റു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2024 BSc നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ള കുട്ടികളാണോ ആ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലും വേണം ഓരോ അസോസിയേഷനിലും അപ്ലൈ ചെയ്യുവാൻ. 2024 BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അതോ കേരളം നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണോ എന്നുള്ള കാര്യം ഇതുവരെയും തീരുമാനമായിട്ടില്ല. പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം ആണോ എഴുതേണ്ടത് എന്ന്. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ആണ് നടത്തുന്നത് എങ്കിൽ നീറ്റ് എക്സാം അല്ല എഴുതേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകം കേരളം തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടാകും. അതിന്റെ അപ്ഡേറ്റ്സുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.